ഡയബറ്റിക് എന്ന രോഗം നമുക്കിടയിൽ ഇന്ന് സർവ്വസാധാരണമാം വിധം ബാധിച്ചിരിക്കുന്നു. മറ്റു രോഗങ്ങളെ അപേക്ഷിച്ച് ഈ രോഗാവസ്ഥ ഇന്ന് മനുഷ്യനെ അതിവേഗം കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. നാം ഡയബറ്റിക് എന്ന രോഗത്തിന് അടിമപ്പെടുന്നതിനു കാരണം നാം തന്നെയെന്ന് പറയാതെ വയ്യതാനും. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വാദുള്ള ഭക്ഷണങ്ങൾ, അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും അവയെ ഒരു പരിധിവരെയെങ്കിലും നിയന്ത്രിച്ചു നിർത്താൻ നമുക്ക് സാധ്യമല്ല താനും. സാധ്യമുള്ളവരാകട്ടെ വളരെ കുറവും. നമുക്കിടയിൽ കേട്ടുകേൾവിയുള്ളതാണ് ഡയബറ്റിക് എന്ന രോഗാവസ്ഥ. എന്നാൽ ഏറെ പേരും ഡയബറ്റിക്കിനെ നിസ്സാരമായി കാണുന്നു. ഇത് ഒരു മാറാരോഗമല്ല എങ്കിൽ കൂടിയും പിടികൂടിയാൽ ഈ രോഗാവസ്ഥ നമ്മുടെ ശരീരത്തിന്റെ ഉന്മേഷം കെടുത്തിക്കളയുക തന്നെ ചെയ്യും. മരുന്നു മാത്രമല്ല, ഇന്ന് ഡയബറ്റിക്കിന് സർജറി കൂടി ലഭ്യമാണ്. എന്നാൽ കൂടിയും ഡയബറ്റിക് വരാനിടയാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കിയാൽ സമയവും പണവും നഷ്ടപ്പെടുത്താതെ സന്തോഷപൂർണമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. നാം ഓർക്കണം, നമ്മുടെ രാജ്യത്താണ്, അതായത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഡയബറ്റിക് പേഷ്യൻസ് ഉള്ളതെന്ന്. ഇടവിട്ട് ഡോക്ടറെ കാണുകയും വേണ്ടവിധ ചെക്കപ്പുകൾ യഥാക്രമം നടത്തുകയും ചെയ്താൽ ഡയബറ്റിക്കിനെ നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കും. ഇന്ന് ഹീലിംഗ് ടച്ചിൽ ഡയബറ്റിക്കിനെ കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ആർ പത്മകുമാറാണ്. ഹീലിംഗ് ടച്ചിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഡയബറ്റിക് സർജറി എന്നാണ്. പ്രമേഹം മാറ്റാനുള്ള താക്കോൽദ്വാര ശസ്ത്രക്രിയകളെ കുറിച്ചാണ്. പ്രമേഹം ലോകമെമ്പാടും വളരെയധികം പേരെ ഇപ്പോൾ ബാധിക്കുന്ന ഒരു അസുഖമായിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18 മുതൽ 20% പേര് പ്രമേഹ രോഗികളാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് തന്നെ ടൈപ്പ് 2 പ്രമേഹ രോഗം എന്ന് പറയും. അതായത് നമുക്ക് പാൻക്രിയാസിന്റെ ഇൻസുലിൻ പ്രൊഡക്ഷനൊക്കെ ആദ്യമൊക്കെ കുറേയൊക്കെ ഉണ്ടാവും, പിന്നീട് അത് സാവധാനത്തിൽ നഷ്ടപ്പെടുന്ന, അതിൻ്റെ ഒരു ശക്തി നഷ്ടപ്പെടുന്ന അവസ്ഥ, ഇല്ലെങ്കിൽ അവർക്ക് ഇൻസുലിൻ്റെ അളവ് കൂടുതലായിട്ട് വേണ്ടി വരുന്ന അവസ്ഥ, കൊഴുപ്പിൻ്റെ അളവ് കൂടിയിട്ട് ഉണ്ടാവുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാതിരിക്കുന്ന അവസ്ഥ, ഇതൊക്കെ വന്നിട്ടുള്ള ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. നമുക്ക് ഇത്തരം ശസ്ത്രക്രിയകളെ കുറിച്ച് പറയുമ്പം അതിനുള്ള പ്രയോജനം വരുന്നത് പക്ഷേ ടൈപ്പ് 2 ഡയബറ്റിക് രോഗികൾക്ക് തന്നെയാണ്. പ്രമേഹം 1 ടൈപ്പ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് കൊച്ചുകുട്ടികൾക്കും ചെറുപ്പക്കാരിലുമായിട്ട്, വളരെ ചെറുപ്പക്കാരിലുമായിട്ട് വരുന്ന പ്രമേഹമാണ്. അതിൽ പാൻക്രിയാസിന് ഒട്ടും തന്നെ ശക്തിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നതുകൊണ്ട് ടൈപ്പ് 1 പ്രമേഹ രോഗികൾക്ക് ഇത്തരം ശസ്ത്രക്രിയയിലൂടെ ഡയബറ്റിസ് മാറ്റാനായിട്ട് സാധിക്കത്തില്ല. ആ ഒരു ആമുഖത്തോടുകൂടെ തന്നെ നമുക്ക് ആ ഒരു പ്രമേഹത്തിന്റെ നിയന്ത്രിച്ചു നിർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമാണ്. പലർക്കും പ്രമേഹമുണ്ട്, ആഹാരം നിയന്ത്രിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മരുന്നുകൾ കഴിക്കുന്നുണ്ട്, ഇൻസുലിൻ എടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാലും ലോകത്തെമ്പാടുമുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചു കഴിഞ്ഞാൽ 33% പേര് മാത്രമേ പ്രമേഹം നിയന്ത്രണത്തിൽ നിർത്തുന്നുള്ളൂ. അപ്പം 1/3 ആൾക്കാർക്ക് മാത്രമേ എല്ലാ പ്രക്രിയകളും ചെയ്തിട്ട് പോലും പ്രമേഹം നിയന്ത്രണത്തിൽ നിർത്തുന്നുള്ളൂ. പക്ഷെ പ്രമേഹം നിയന്ത്രണത്തിൽ നിൽക്കാതിരുന്നാലുള്ള വിഷമം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകളെ ദോഷമായിട്ട് ബാധിക്കും. റെറ്റിനോപ്പതി എന്ന് പറഞ്ഞ ഒരു അസുഖം വന്നിട്ട് കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ വരാം. ഹൃദയാഘാതത്തിന്റെ റേറ്റ് വളരെയധികം വർദ്ധിപ്പിക്കുന്നുണ്ട്. കാരണം രക്തക്കുഴലിൽ ഇത് അടഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ട് പ്രമേഹം മൂലം കാരണമാകും. നമുക്കറിയാം, സാധാരണ ഒരു പഞ്ചസാര കലക്കിയിട്ടുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ ഒട്ടൽ കൂടും. അപ്പൊ അത് രക്തക്കുഴലിലൂടെ പോകുന്ന ആ ഒരു രക്തത്തിൽ പഞ്ചസാരയുടെ അളവും കൂടെ കൂടുമ്പം ഒട്ടുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. അതപ്പം ബ്ലോക്ക് വരുത്തും, ഹാർട്ട് അറ്റാക്ക് വരുത്തും. കിഡ്നി ഫെയിലിയറിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഡയാലിസിസ് വരുന്നതിൽ 45% പേരും ഡയബറ്റിസ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഈ ഡയാലിസിസ് വേണ്ടി വന്നത്. അപ്പം വിരലുകൾ മുറിക്കേണ്ട ആവശ്യം വരിക, രക്തോട്ടം നഷ്ടപ്പെട്ടിട്ട് അണുബാധ വന്നിട്ട് വിരലുകൾ, കാലൊക്കെ മുറിച്ച് മാറ്റുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പം പല പല അവയവങ്ങളെ വളരെ ദോഷമായിട്ട് ബാധിക്കുന്ന ഒരു അസുഖമാണ്. ക്യാൻസറിനേക്കാൾ കൂടുതൽ അപകടം ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഡയബറ്റിസ്. അപ്പൊ അത് നിയന്ത്രിച്ച് നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ ഇത്തരം കോംപ്ലിക്കേഷൻസിന്റെ അളവും വളരെയധികം വർദ്ധിക്കുന്നതായിട്ട് കാണാം. ഇപ്പൊ HbA1c എന്നാണ് ഈ ഡയബറ്റിസിന്റെ
ഒരു കൺട്രോൾ അറിയുന്നതിനുള്ള ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണയുള്ള പഞ്ചസാരയുടെ അളവ് നമ്മൾ ആഹാരം കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതുകൊണ്ട് പലപ്പോഴും ആൾക്കാർ ആ സമയത്ത് ആഹാരം കുറച്ച് കഴിച്ചിട്ട് പോവുക, അല്ലെങ്കിൽ മരുന്ന് കൂടുതൽ കഴിച്ചിട്ട് പോയിട്ടൊക്കെ അളവ് കുറഞ്ഞ് സ്വയം പറ്റിക്കുന്ന അവസ്ഥ, മറ്റുള്ളവരെ പറ്റിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷേ HbA1c എന്ന് പറയുന്നത് 3 മാസത്തെ ഒരു ആവറേജ് ആണ് കാണിക്കുന്നത്. ഇപ്പൊ HbA1cയുടെ അളവ് 6-ന് താഴെ നിന്നാൽ ഡയബറ്റിസ് ഇല്ല, 6-ന് മുകളിലേക്ക് വരുമ്പോൾ ഡയബറ്റിസ് ഉണ്ട്. അതിന്റെ ഓരോ പോയിന്റ് കൂടുമ്പോഴും നമുക്ക് പ്രമേഹം കൊണ്ടുണ്ടാകാവുന്ന ഞാൻ പറഞ്ഞ ഈ കോംപ്ലിക്കേഷൻസ്, കണ്ണ് തൊട്ട് കാലിന്റെ വിരൽ വരെയുള്ള കോംപ്ലിക്കേഷൻസ് 30% വീതം കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ 6 എന്ന് പറയുന്നത് 9-ൽ എത്തുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം എല്ലാ അസുഖങ്ങളും വരുത്തി വെക്കുന്ന ഒരു തരത്തിലേക്ക് എത്തും. അപ്പൊ ആ HbA1c അളവ് മരുന്ന് കഴിച്ചിട്ടാണെങ്കിലും, നമുക്ക് പ്രമേഹത്തിന് വേണ്ടിയിട്ട് ഇൻസുലിൻ എടുത്തിട്ടാണെങ്കിലും, ജീവിതചര്യ വ്യത്യാസം കൊണ്ടാണെങ്കിലും നിയന്ത്രിച്ച് നിർത്തേണ്ടത് ആവശ്യമാണ്. അത്തരം മരുന്നുകൾ കഴിച്ചിട്ടും 3-1 ആൾക്കാർക്കേ ഇത് വരുന്നുള്ളൂ. ഈ സാഹചര്യത്തിലാണ് കീഹോൾ ശസ്ത്രക്രിയ ചെയ്തിട്ട് ഡയബറ്റിസ് മാറ്റാം എന്നിട്ടുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ന്യൂസ് നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാ പ്രമേഹ രോഗികൾക്കും ഇത്തരം ശസ്ത്രക്രിയ പ്രയോജനപ്പെടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ എത്തരം പേഷ്യൻസിനാണ് ഇത് പ്രയോജനപ്പെടുന്നതിനുള്ള ടെസ്റ്റുകൾ ചെയ്ത് നമ്മൾ നോക്കും. ഇപ്പൊ ഏതെങ്കിലും രോഗികൾ ഡയബറ്റിസ് ഉള്ള ആൾക്കാർ വരികയാണ്, മരുന്ന് കഴിക്കുന്ന ആൾക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രക്തപരിശോധനകൾ വളരെ വിശദമായിട്ട് നടത്തും. അതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് ഈ ഡയബറ്റിസ് വന്നിട്ടുള്ളത് മറ്റ് അസുഖങ്ങളുടെ ഭാഗമാണോ എന്ന് അറിയുന്നുണ്ട്. ചിലർക്ക് എൻഡോക്രൈൻ ഡയബറ്റിസ് എന്ന് പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ഗ്രന്ഥികളുടെ ക്ഷീണം കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അതിന്റെ കൂടുതലായിട്ടുള്ള പ്രവർത്തനങ്ങൾ വരുന്ന ടൈപ്പ് ആണോ എന്നുള്ളത് വളരെ ചുരുക്കം പേർക്കേ ഉള്ളൂ. പക്ഷെ നമ്മളത് പരിശോധിച്ച് നോക്കും. പിന്നീട് നമ്മുടെ പാൻക്രിയാസിനെ നമ്മൾ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം പാൻക്രിയാസിന് ഇൻസുലിൻ ഉണ്ടാക്കാനുള്ള ശക്തി കുറച്ചെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റിലൂടെ നമ്മൾ നോക്കും. അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അറിയത്തുള്ളൂ ഇത്തരം ഓപ്പറേഷനിലൂടെ സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാലും പ്രയോജനപ്പെടുമോ എന്നുള്ള കാര്യം. അപ്പൊ അത്തരം പ്രയോജനപ്പെടുമോ എന്നുള്ള അറിയുന്ന ടെസ്റ്റാണ് C-പെപ്റ്റൈഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശരീരത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര കണ്ട് പാൻക്രിയാസിനെ ഉത്തേജിപ്പിച്ചാലും അതുകൊണ്ടുണ്ടാവുന്ന ഇൻസുലിൻ ശരീരത്തിൽ പ്രവർത്തിക്കാതിരിക്കും, അല്ലെങ്കിൽ പാൻക്രിയാസ് പ്രവർത്തിക്കാതെ തന്നെ ഇരിക്കും. അപ്പൊ ആ ഒരു 2 ഘടകങ്ങളുള്ള സ്ഥിതിക്ക് നമ്മൾ ആന്റിബോഡീസ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് കൂടെ പരിശോധിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ അൾട്രാസൗണ്ട് പരിശോധനയുടെ ലിവറിന് കേട് വന്നിട്ടുണ്ടോ, പാൻക്രിയാസിൽ നിറയെ കല്ലുകളുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഓപ്പറേഷൻ ചെയ്യുന്നതുകൊണ്ട് പ്രയോജനം വന്നോളുന്നുണ്ടോ. അപ്പം അതും നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ നോക്കും. പിന്നെ ജനറൽ ഫിറ്റ്നസ് നോക്കണം. നമ്മൾ മയക്കം എടുത്തിട്ട് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ്. അപ്പൊ നമുക്ക് ജനറലായിട്ട് ഇത്തരം ഓപ്പറേഷൻസിനെ അഭിമുഖീകരിക്കാനായിട്ട്, അത് താങ്ങാനുള്ള ഒരു ശക്തി ഉണ്ടോ എന്നുള്ള ടെസ്റ്റുകൾ ചെയ്യും. നമ്മുടെ കൂടെയുള്ള അനസ്തീഷ്യ ഡോക്ടർമാരെ കൊണ്ടും കാർഡിയോളജി ഡോക്ടർമാരെ കൊണ്ടും ഒക്കെ ഉള്ള പരിശോധന, ഡയബറ്റോളജിസ്റ്റിന്റെ പരിശോധനകളൊക്കെ ചെയ്തിട്ട് ഇത്തരം ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഓപ്പറേഷന്റെ ആ ഒരു 2-3 മണിക്കൂർ കടന്നു പോകുന്നതിനുള്ള ഒരു ശക്തി ശരീരത്തിനുണ്ടെന്ന് ഉറപ്പാക്കി, തുടർന്ന് പ്രയോജനമുണ്ടെന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ശസ്ത്രക്രിയക്കായിട്ട് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ വേണ്ടി വരുന്ന ഒരാളെ സംബന്ധിച്ചോളം ഈ പരിശോധനകൾ കഴിഞ്ഞതിന് ശേഷം 3-4 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടതായിട്ട് വരും. അതിനെ തുടർന്നാണ് നമ്മുടെ ഈ കീഹോൾ ശസ്ത്രക്രിയകളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ചെയ്യുന്നത്. പ്രമേഹ രോഗികളുടെ എണ്ണം ലോകമെമ്പാടും വർദ്ധിച്ചു വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവ് കൂടുന്നത് തന്നെയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വ്യായാമശീലത്തിലൊക്കെ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. കഴിക്കുന്ന ആഹാരത്തിന്റെ പോഷക മൂല്യം കൂടുക, അല്ലെങ്കിൽ അമിതമായിട്ട് കൊഴുപ്പുള്ള മധുരമുള്ള ആഹാരങ്ങൾ കഴിക്കുന്ന അവസ്ഥ എല്ലായിടത്തും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞിട്ട് ഉണ്ടാവുന്ന ഇൻസുലിൻ ശരീരത്തിൽ പ്രവർത്തിക്കാതിരിക്കുന്ന അവസ്ഥ തന്നെയാണ് പ്രധാനമായിട്ടും ഈ ഡയബറ്റിസിന്റെ രോഗികളുടെ എണ്ണം കൂടാനായിട്ട് ഇടയാക്കിയിട്ടുള്ളത്. അപ്പം ഈ ഡയബറ്റിസിന്റെ കൺട്രോളിലും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണത്. നമ്മുടെ ജീവിതചര്യയിൽ വ്യത്യാസം വരുത്തുക, വ്യായാമശീലം കൂട്ടുക, അല്ലെങ്കിൽ കഴിക്കുന്നതിൽ അത്രയൊക്കെ നിയന്ത്രണം വേണം. ആവശ്യമില്ലാതെ കഴിച്ചു കൂട്ടുന്നത്, നമ്മൾ കൊഴുപ്പുള്ള ആഹാരം കൂടുതലായിട്ട് കഴിക്കുന്നതിൽ നിയന്ത്രണം വെക്കണം. മധുരമുള്ള ആഹാരം കഴിക്കുന്നതിൽ നിയന്ത്രണം വെച്ച് കഴിഞ്ഞാൽ തന്നെ എന്താണെന്ന് വെച്ചാൽ എന്ത് കഴിച്ചാലും നമ്മുടെ ശരീരത്തിൽ അത് കൊഴുപ്പായിട്ടാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ആ ഒരു കൂടുതൽ കഴിക്കുന്ന അവസ്ഥയിൽ പാൻക്രിയാസിനെ കൊണ്ട് അത് കൂടുതൽ ജോലി ചെയ്യിപ്പിച്ചിട്ട് ഇൻസുലിൻ നഷ്ടപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യവും ഇൻസുലിൻ ആവശ്യമില്ലാതെ ഉണ്ടാക്കിപ്പിച്ച് നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഒഴിവാക്കണം. കൊഴുപ്പ് കൂടുതലിരിക്കുന്നതുകൊണ്ട് ഇൻസുലിൻ പ്രവർത്തിക്കാതിരിക്കുന്ന ഒരവസ്ഥ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യായാമശീലത്തിലൂടെയും ആഹാര നിയന്ത്രണത്തിലൂടെയും പാൻക്രിയാസിനെ അനാവശ്യമായിട്ട് പരീക്ഷിക്കുന്ന ഒഴിവാക്കണം. അപ്പൊ അങ്ങനെ ഒരു ശ്രദ്ധ വരികയാണെന്നുണ്ടെങ്കിൽ
ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാനിടയാവും. വന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെ കൺട്രോൾ ഉണ്ടാവും. ഇപ്പം ഓപ്പറേഷന്റെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 30 വയസ്സ് തൊട്ട് 65 വയസ്സ് വരെയൊക്കെ ഉള്ള ഒരാൾക്കാർക്കായിരിക്കും ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കാരണം ഒരു 30 വയസ്സൊക്കെ വരുന്ന ഒരു ഡയബറ്റീസ് ആണ് ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് വരുന്നത്. 65 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നിയിൽ ഡയബറ്റീസ് വളരെ മൈൽഡ് ആയിരിക്കും, അതിന് ഓപ്പറേഷൻ ആവശ്യമില്ലെന്ന് കരുതേണ്ടി വരും. അല്ലെങ്കിൽ 65 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഡയബറ്റീസ് വളരെ ശക്തമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പല പല അവയവങ്ങൾക്കും കേടുവന്നിട്ടുള്ളത് കൊണ്ട് ഓപ്പറേഷൻ താങ്ങാനുള്ള ഒരു ശക്തി ഉണ്ടാവില്ല. അപ്പോൾ സാധാരണ ഓപ്പറേഷൻ പ്രയോജനപ്പെടുന്നത് ഒരു 30 തൊട്ട് 65 വയസ്സ് വരെയുള്ള ആൾക്കാരിലായിരിക്കും. ഡയബറ്റിക് സർജറി പലതരത്തിലുണ്ട്. ഡയബറ്റിസ് മാറ്റുന്നതിനുള്ള പ്രക്രിയകൾ നമ്മൾ നടത്തുമ്പോൾ എപ്പോഴും നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയബറ്റിസ് ഉള്ള ആൾക്കാരുടെ ബോഡി മാസ് ഇൻഡെക്സ്, ബോഡിയിൽ എത്ര വെയിറ്റ് ഉണ്ട്, എത്ര ഫാറ്റിന്റെ എക്സസ് ഉണ്ടെന്നുള്ള അനുസരിച്ചിട്ടായിരിക്കും ഏത് പ്രൊസീജിയറാണ് വേണമെന്ന് തീരുമാനിക്കുന്നത്. നമുക്ക് അമിതവണ്ണം എന്ന ഗ്രൂപ്പിലേക്ക് വരുന്ന ആൾക്കാരുണ്ടാവും. 10-15 കിലോ വെയിറ്റ് കൂടുതലായിട്ടുള്ള ആൾക്കാരിലാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഓപ്പറേഷൻ പോലത്തെ കാര്യങ്ങൾ ചെയ്യാതെ തന്നെ എൻഡോസ്കോപ്പിയിൽ ഇൻട്രാഗ്യാസ്ട്രിക് ബലൂൺ എന്ന് പറഞ്ഞിട്ട് വയറിനകത്തേക്ക് ഒരു ബോളിന്റെ ഷേപ്പിലുള്ള ഒരു ബലൂൺ ഇട്ടിട്ട് വെയിറ്റ് കുറയ്ക്കുന്നതായിട്ടുള്ള മെക്കാനിസംസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് ചെയ്യുന്നതുകൊണ്ട് കുറച്ചൊക്കെ വെയിറ്റ് കുറയുമ്പോൾ ആൾക്ക് ഡയബറ്റീസിനകത്താണെങ്കിലും കുറച്ചൊക്കെ ഒരു കൺട്രോൾ വരും. അത് വലിയൊരു 50% പേർക്കൊക്കെ ഒരു പ്രയോജനം ഉണ്ടാക്കാവുന്ന കാര്യമാണ്. ഓപ്പറേഷന് ഫിറ്റ്നസ് ഇല്ലാത്ത ആൾക്കാർക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്നതിനെ കുറിച്ച് വലിയൊരു ഭയപ്പാടുള്ള ആൾക്കാർക്കോ വേണമെന്നുണ്ടെങ്കിൽ അവലംബിക്കാവുന്ന ഒരു മാർഗമാണ്. പിന്നീടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊണ്ണത്തടിയുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 30 മുകളിലൊക്കെ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം നമുക്ക് ചെയ്യാവുന്നത് സ്ലീവ് ഗ്യാസ്ട്രക്ടമി എന്നുള്ള ഓപ്പറേഷൻ ആണ്. പണ്ടൊക്കെ ബൈപ്പാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ ഇപ്പൊ ഇതിനകത്ത് ഇപ്പം കണ്ടു കഴിഞ്ഞാല് ഇതാണ് ബലൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ പറഞ്ഞത്, ഇൻട്രാഗ്യാസ്ട്രിക് ബലൂൺ. വയറിനകത്ത് എൻഡോസ്കോപ്പിക്കലി ഒരു ബലൂൺ ഇട്ടിട്ട് വീർപ്പിച്ചിട്ട് പോരുക. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറ്റുന്നത് കഴിക്കുന്ന ആഹാരത്തിന്റെ അളവ് കുറയും, നമ്മുടെ വെയിറ്റ് കുറയും, ശരീരത്തിന്റെ ഫാറ്റ് കുറയും. അപ്പൊ അത് വരുമ്പോഴത്തേക്ക് സാധാരണയായിട്ടുള്ള ഒരു കൺട്രോൾ വരുന്നത്. അല്ലാതെ വരുന്ന ഒരു ഗ്രൂപ്പിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും ഓപ്പറേഷൻസ് ആയിട്ട് തന്നെ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. ഓപ്പറേഷൻ എന്ന് പറയുന്നത് സ്ലീവ് ഗ്യാസ്ട്രക്ടമി എന്ന് പറഞ്ഞിട്ട് ആമാശയത്തിന്റെ വലിപ്പ വ്യത്യാസം വരുത്തുക, അതിനകത്ത് നമുക്ക് ഹോർമോൺസ് ഉണ്ടാവുന്നതിന്റെ അളവുകൾ വ്യത്യാസപ്പെടുത്തുക എന്നാണ് ആ ഒരു സർജറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് പോലെ ഈ ഒരു പോർഷൻ നമ്മുടെ അന്നനാളവും ആമാശയമായിട്ടുള്ള ആ ഒരു പോർഷനെ ചുരുക്കിയിട്ട് ഒരു ബേബി സ്റ്റൊമക്ക് ആക്കുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും. ആ ഒരു നീല നിറത്തിലുള്ള ഭാഗം നമുക്ക് നഷ്ടപ്പെടുന്നതായിട്ട് കാണാം. അപ്പൊ ഇതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ ഇത് സ്റ്റേപ്ലർ എന്ന് പറയുന്ന ചെറിയ ചെറിയ തയ്യലുകൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് മുറിച്ചു മാറ്റാനായിട്ട് സാധിക്കും. അത് കഴിയുമ്പം ഇപ്പൊ ഈ പടത്തിൽ കാണുന്ന പോലെ ആമാശയത്തിന്റെ ഒരു ട്യൂബ് വെർഷൻ ആവുന്നു. സാധാരണയായിട്ട് താഴോട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമുക്ക് ശരീരത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ റീറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ആഹാരം കഴിക്കുന്നതിലൊരു നിയന്ത്രണം വരിക, ആഹാരം ചെറുകുടലിലേക്ക് പോകുന്നതിനുള്ള സ്പീഡ് കുറച്ചുകൂടെ കൂടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ താഴത്തെ ഭാഗത്തുള്ള കുടലിൽ നിന്നും GLP എന്ന് പറഞ്ഞുള്ള ഹോർമോൺ കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് പാൻക്രിയാസിനെ കൊണ്ട് ഇൻസുലിൻ കൂടുതൽ ഉണ്ടാക്കിപ്പിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഇൻസുലിൻ കൂടുതൽ ഉണ്ടാവുക, നമ്മുടെ ശരീരത്തിന്റെ ഡിമാൻഡ് കുറയുക, പിന്നെ ഫാറ്റ് കുറയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഇൻസുലിൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരവസ്ഥ. അപ്പൊ ഈ ഒരു 3 ഘടകങ്ങളോട് വന്നു കഴിയുമ്പോഴത്തേന് സാധാരണ ഏത് കാര്യത്തിലാണെങ്കിലും നമുക്കറിയാം ഡിമാൻഡ് കുറയുന്നു, പ്രൊഡക്ഷൻ കൂടുന്നു, യൂട്ടിലൈസേഷൻ ബെറ്റർ ആവുന്നു. അപ്പൊ ഈ 3 ഫാക്ടറും കൂടെ വരുമ്പം എന്തായാലും നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും. 95 to 98% ആൾക്കാർക്കും ഇത്തരം ഓപ്പറേഷൻ കഴിയുമ്പോഴത്തേക്ക് ഡയബറ്റിസ് പൂർണ്ണമായിട്ട് മാറുന്നതായിട്ടാണ് കാണുന്നത്. മാറാതിരിക്കുന്ന ചെറിയ ഒരു ഗ്രൂപ്പിൽ പോലും വളരെ ചെറിയൊരു തോതിൽ മരുന്ന് കഴിച്ചാൽ തന്നെ പണ്ടുണ്ടായിരുന്നതിനേക്കാളൊക്കെ വളരെ നല്ല രീതിയിലുള്ളൊരു ഡയബറ്റിക് കൺട്രോളിലേക്കാണ് എത്തുന്നത്. അപ്പൊ അത്രയ്ക്ക് ഒരു പോസിറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ സ്ലീവ് ഗ്യാസ്ട്രക്ടമി എന്നുള്ള ഓപ്പറേഷൻ. അതിന് മുമ്പൊക്കെ ആണെങ്കിൽ അതിന് നമ്മൾ ബൈപ്പാസ് ഓപ്പറേഷൻ പറഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള സൈഡ് ഇഫക്റ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ ബൈപ്പാസ് ഓപ്പറേഷൻസ് സാധാരണയായിട്ട് ഇപ്പൊ പ്രിഫർ ചെയ്യാറില്ല. ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഈ സ്ലീവ് ഗ്യാസ്ട്രക്ടമി എന്ന് പറഞ്ഞ ഓപ്പറേഷനിൽ അത്തരം ബുദ്ധിമുട്ടുകളൊന്നും പേഷ്യന്റ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം. നമ്മൾ ഈ ഇത്തരം ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നത് കീഹോൾ സംവിധാനത്തിലൂടെ ആയതുകൊണ്ട് രോഗിക്ക് സാധാരണ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും വരാറില്ല. കീഹോൾ സംവിധാനത്തിലൂടെ ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം 1 സെന്റിമീറ്റർ അല്ലെന്നുണ്ടെങ്കിൽ
1.2 സെന്റിമീറ്റർ ഒക്കെ വലിപ്പമുള്ള മുറിവുകളെ ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ചെറിയ 3 മില്ലിമീറ്ററിന്റെ മുറിവുകളെ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ രോഗികൾക്ക് വേഗം തന്നെ സാധാരണഗതിയിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പം ഇതിനകത്ത് കാണുന്ന പോലെ തന്നെ നമുക്ക് വലിയ തോതിൽ അതിനെ കണ്ടിട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു മോണിറ്റർ നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. വണ്ണം കൂടുതലുള്ള ആൾക്കാർക്കാവുമ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഇത് ആമാശയം എന്ന് പറയുന്ന ഭാഗമാണ്. നമ്മൾ ആഹാരം കഴിച്ചാൽ സാധാരണയായിട്ട് എത്തുന്ന അറയുടെ ഒരു പോർഷനാണിത്. അപ്പൊ ആമാശയത്തിനകത്തേക്ക് ആഹാരം ചെല്ലുന്ന ആ പോർഷന്റെ ഏറ്റവും മോശമായിട്ടുള്ള ഭാഗം മാറ്റുക എന്നുള്ള പ്രക്രിയ തന്നെയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഇത് കീഹോൾ സംവിധാനത്തിലൂടെ 5 മില്ലിമീറ്ററേ ഉള്ളൂ. ഉപകരണങ്ങളൊക്കെ വളരെ വലുതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും 5 മില്ലിമീറ്റർ വലിപ്പമേ ഉള്ളൂ. അപ്പൊ ആ ഉപകരണങ്ങൾ കടത്തിയിട്ട് ഈ ആമാശയത്തിന്റെ രക്തോട്ടം ഒരു സൈഡില് നമ്മൾ വിടിയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് വിട്ടുമാറുമ്പം നിങ്ങൾക്കറിയാം, വളരെ കൃത്യതയോടുകൂടി വളരെ നല്ല രീതിയിൽ ഒരു തുള്ളി പോലും രക്തം നഷ്ടപ്പെടാതെ ഈ ഭാഗത്തെ രക്തക്കൊള്ളുകളെ മാറ്റാനായിട്ട് ഈ ഹാർമോണിക് സ്കാൽപ്പൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉപകരണം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഭാഗമൊക്കെ ആണെങ്കിൽ ഇതിപ്പോ ലിവറിന്റെ ഭാഗമാണ്, ഈ താഴെ കാണുന്നതാണെങ്കിൽ സ്പ്ലീൻ എന്ന് പറഞ്ഞിട്ടുള്ള അവയവമാണ്. അപ്പൊ അതെല്ലാം വളരെ സുരക്ഷിതമായി വെച്ചുകൊണ്ട് തന്നെ ആമാശയത്തിന്റെ ഒരു ഭാഗത്തെ രക്തോട്ടം നഷ്ടപ്പെടുത്തണം. എന്നാൽ മാത്രമേ നമുക്കതിനെ മുറിച്ചു മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ആ ഒരു പോർഷനിലെ എല്ലാം നീക്കം ചെയ്തതിന് ശേഷം അതിന്റെ ഏറ്റവും കൂടുതൽ നമ്മളെ കൊണ്ട് ആഹാരം കഴിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്, ഫണ്ടസ് എന്ന് പറയും, ഏറ്റവും മേളിലുള്ള ഭാഗം. അപ്പൊ അത് പൂർണ്ണമായിട്ട് മാറ്റിയാൽ മാത്രമേ നമുക്ക് ആഹാരത്തിലുള്ളൊരു നിയന്ത്രണം വരത്തുള്ളൂ. അതാണ് നമ്മുടെ കൊളസ്ട്രോളിനെ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ശരീരത്തിന്റെ അളവിൽ കൂടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം ആ ഭാഗം മാറ്റുന്നതാണ് ഈ കൊളസ്ട്രോൾ മാറ്റുന്നതിന് മരുന്നുകളെക്കാളും സേഫ് എന്നുള്ളത് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് മാറ്റുന്നതിനൊക്കെ നമുക്ക് ഇത്രയും ഇതിനായിട്ട് ചെയ്യും. അത് കഴിയുമ്പോൾ നമ്മൾ ചെറിയൊരു ട്യൂബ് കടത്തിയിട്ട് അതിന്റെ ഒരു വലിപ്പം വെച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുക എത്ര ആമാശയം വെച്ചേക്കണം എന്നുള്ളത്. ഇത് സ്റ്റേപ്ലർ എന്ന് പറഞ്ഞൊരു ഉപകരണമാണ് നമ്മൾ ഓറഞ്ച് കളറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഉപകരണം വെക്കുമ്പോൾ 3 റോയില് കൃത്യതയോടുകൂടി ചെറിയ ചെറിയ തയ്യലുകളാണ് ആ മെഷീൻ പോയിട്ട് ഇടുന്നത്. നമ്മൾ കൈകൊണ്ട് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ലെയറോ 2 ലെയറോ ഇടാം. പക്ഷെ ഇത്തരം ഉപകരണങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായ ഡിസ്റ്റൻസിൽ 3 ലെയറിൽ തയ്യലിടുന്നത് കൊണ്ട് അവിടെ വളരെ നല്ല രീതിയിൽ സേഫ് ആയിട്ട് സീൽ ചെയ്യും. രക്തസ്രാവം വരാതിരിക്കുന്ന തരത്തിലേക്ക് അതിനെ എത്തിക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഈ ഒരു എക്യുപ്മെന്റ് വെച്ചിട്ട് ഫയർ ചെയ്ത് നമുക്ക് കാണാം, ഇവിടെ ചെറിയ ചെറിയ തയ്യലുകൾ ഇടുന്നുണ്ട്, ആമാശയം 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ വേറൊരു കളർ കോഡുള്ള ബ്ലൂ ഉപയോഗിച്ചിട്ടാണ് പിന്നത്തെ ചെയ്യുന്നത്. അപ്പൊ അത് കുറച്ചും കൂടെ നമുക്ക് ബ്ലഡ് ലോസ് വരാതിരിക്കാനായിട്ട് സഹായിക്കും. ആദ്യം കട്ടിയുള്ള ഭാഗത്ത് വേറെ കളറിൽ ഉപയോഗിച്ച് ഇപ്പൊ നീല നിറത്തിലുള്ള പോകുന്നത്. അപ്പൊ അത് തുടരെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് 6 സെന്റിമീറ്റർ ആമാശയത്തിന്റെ ആവശ്യമില്ലാത്ത ഭാഗം, നമുക്ക് ദോഷം ചെയ്യുന്ന ഒരു ഭാഗത്തെയാണ് മാറ്റുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആമാശയത്തിന്റെ ഒരു അസുഖമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ കുടലുകളുടെ ഒരു അസുഖമായിട്ട് തന്നെ എടുക്കാം. നമ്മൾ വിചാരിക്കുന്ന പോലെ പാൻക്രിയാസിന്റെ ക്ഷീണം കൊണ്ട് മാത്രമല്ല ഒരാൾക്ക് ഡയബറ്റീസ് വരുന്നത്. പാൻക്രിയാസിന് ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പലപ്പോഴും പാൻക്രിയാസ് കൂടുതൽ ജോലി ചെയ്യുന്നുണ്ടാവും, ആവശ്യത്തിൽ അധികം ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷെ ശരീരത്തിലെ ഡിമാൻഡ് നമ്മൾ കൂട്ടുന്നതുകൊണ്ട്, കൂടുതൽ കഴിച്ച് നമ്മുടെ ഡിമാൻഡ് കൂട്ടുന്നത് കൊണ്ടും ഉള്ള ഇൻസുലിൻ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല കൊഴുപ്പ്. അപ്പൊ കൊഴുപ്പ് കൂടിയത് കൊണ്ടാണ് ബുദ്ധിമുട്ടുണ്ട്. അപ്പം പാൻക്രിയാസിനെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഈ ആമാശയമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷമായിട്ടുള്ള ഹോർമോൺസിനെ നിയന്ത്രിച്ചേ പറ്റൂ, കഴിക്കുന്നതിൽ അളവ് നിയന്ത്രിച്ചേ പറ്റൂ. ഇത് ഞാൻ പൊണ്ണത്തടിയുള്ള ആൾക്കാരുടെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് തന്നെ പാലിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഈ ആമാശയത്തിന്റെ ഓപ്പറേഷൻ തുടരെ അങ്ങോട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാം, ഈ ഭാഗത്ത് ശരിയായ രീതിയിലുള്ള ബ്ലഡ് സപ്ലൈ ഉണ്ട്, ഇപ്പുറത്ത് രക്തസ്രാവം ഒന്നും വരാതെ തരത്തിലേക്ക് സീൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് വളരെ ഒരു എംറ്റി ആയിട്ടുള്ള ഒരു ബലൂൺ പോലെ തന്നെ അതിനെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഗ്രലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗത്തെ മാറ്റുക, അനാവശ്യമായിട്ട് വീർത്ത്, എസ്പെഷ്യലി ഇപ്പൊ ഡയബറ്റീസ് ഉള്ള ഒരാളെ സംബന്ധിച്ചോളം, പൊണ്ണത്തടി ഉള്ള ഒരാളെ സംബന്ധിച്ചോളം വേണ്ടതിലധികം ആമാശയം വീർത്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് കുട്ടിക്കാലത്തുണ്ടായിരുന്ന ഒരു ആമാശയത്തിന്റെ സൈസിലേക്ക് മാറ്റുന്നതുകൊണ്ട് മറ്റു ദോഷങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. നമുക്ക് ദോഷം ഉണ്ടാക്കിയിരുന്ന ഒരു ഭാഗമാണ് മാറ്റുന്നുള്ള വളരെ കൃത്യതയോടുകൂടി തന്നെ പേഷ്യൻസിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ആ സ്റ്റേപ്ലേഴ്സ് അടിച്ചിട്ട് മാറ്റി നമ്മളെ എല്ലാ ഭാഗത്തും വേണ്ടി വന്നു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഉപകരണങ്ങളുണ്ട്. വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ്. കീഹോൾ സംവിധാനത്തിലൂടെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ആമാശയവും മറ്റു അവയവങ്ങളും ഇത്ര കണ്ട് വലുതായിട്ടും വ്യക്തതയോടും കാണാൻ പറ്റുന്നത്. ചെറിയ രക്തക്കൊള്ളുകളും കാണാവുന്നതുകൊണ്ടാണ് ഒരു തുള്ളി പോലും രക്തം നഷ്ടപ്പെടാതെ ഇത് ചെയ്യാൻ പറ്റുന്നത്. ഒട്ടും രക്തം നഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ രോഗിയെ സംബന്ധിച്ചോളം ഒട്ടും ക്ഷീണം വരത്തില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ ആദ്യത്തെ ദിവസം തന്നെ എഴുന്നേറ്റ് നടക്കാം, സാധാരണ രീതിയിലുള്ള കാര്യങ്ങളിലൊക്കെ 1-2 ദിവസം തന്നെ ഏർപ്പെടാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് രക്തസ്രാവമില്ല, മുറിവുകൾ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം
ഒട്ടും മുറിവില്ലാതെ ഈ ഭാഗത്തേക്കൊക്കെ, ഈ കരളിന്റെയൊക്കെ ഭാഗത്തേക്ക് വളരെ കൃത്യതയോടെ എത്താനും ഇത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്തരം ഓപ്പറേഷനിലൂടെ നമുക്ക് എക്സലന്റ് ആയിട്ടുള്ള ഒരു ഡയബറ്റിക് കൺട്രോൾ ആണ് വരുന്നത്. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട്സ് കിട്ടുന്നതായിട്ട് കാണാം. ഇത്തരം ഓപ്പറേഷൻസ് ചെയ്യുമ്പോഴുള്ള പോസിറ്റീവായിട്ട് റിസൾട്ട്സ് നമുക്ക് ഡയബറ്റിസ് മാറുന്നതിൽ മാത്രമല്ല, മറ്റ് അനുബന്ധ രോഗങ്ങൾ, ഇപ്പം പ്രഷറും കൊളസ്ട്രോളും ഒക്കെ പഠനങ്ങൾ കാണിക്കുന്നത് 8000 പേരെ 2 ഗ്രൂപ്പായിട്ട് വെച്ചിട്ട്, ഓപ്പറേഷൻ ചെയ്ത ഗ്രൂപ്പിനെ അല്ലാത്ത വെച്ചിട്ടുള്ള സ്റ്റഡീസ് വന്നിട്ടുള്ളതിനകത്ത് കാണിക്കുന്നത് മരണനിരക്ക് വളരെ കുറയ്ക്കുന്നുണ്ട്. ഡയബറ്റീസ് കുറയ്ക്കുന്നത് 92% ഏതെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്, ഇല്ലാതാക്കുകയാണ് ഡയബറ്റീസ്. ഇപ്പം ഹാർട്ട് അറ്റാക്ക് വരുന്നത്, ക്യാൻസർ വരുന്നത്, മറ്റ് ഇപ്പൊ കൂർക്കമ്മലിയുള്ള ആൾക്കാർക്ക് അത് പോകുന്നത്, അങ്ങനെ നമ്മളെ ശരീരത്തിനെ ബാധിക്കുന്ന മേജറായിട്ടുള്ള പല പല അസുഖങ്ങളെയും വളരെ നല്ല തോതിൽ കുറയ്ക്കാനായിട്ട് ഇത്തരം ഓപ്പറേഷൻ സഹായിക്കുന്നുണ്ട്. പഠനങ്ങളിലൂടെ അതെല്ലാം വളരെ കൃത്യമായിട്ടാണ്. ഈ സ്ലീവ് ഗ്യാസ്ട്രിക്ടമി ഞാൻ പറഞ്ഞ ആ പ്രൊസീജിയർ വളരെ സേഫ് ആണെന്നും മറ്റെല്ലാത്തിനേക്കാളും ബെറ്റർ ആണെന്നുള്ളതും 5000-ഓളം പേഷ്യൻസിനെ സ്റ്റഡി ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിൻ പോലെയുള്ള വിഖ്യാതമായ ജേണലുകളാണെന്നുണ്ടെങ്കിലും പറയുന്നത് ഈ ഡയബറ്റിസ് മാറ്റാനുള്ള ശസ്ത്രക്രിയ ഉണ്ട് എന്നുള്ളതാണ് 2012 ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ ഇന്നോവേഷൻ എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പം അത് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷൻ ആണെങ്കിലും പറയുന്നത് വണ്ണം കൂടുതലുള്ള ഒരാളെ സംബന്ധിച്ചോളം ഓപ്പറേഷൻ ചെയ്തിട്ട് ഡയബറ്റിസ് മാറ്റുന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. അതിനാണ് ലോങ് ടേം റിസൾട്ട്സ് ഉള്ളതാണ്. അപ്പം ശാസ്ത്രലോകം അത് കണ്ട് എത്തിയിട്ടുണ്ട്, അത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. പക്ഷെ ആൾക്കാർ കൂടുതൽ അറിയേണ്ടതായിട്ടുണ്ട്. ഡോക്ടർമാരാണെങ്കിലും ഇത് മനസ്സിലാക്കിയിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യേണ്ടതായിട്ട് തന്നെ ഉണ്ട്. നമ്മൾ എല്ലാ സ്റ്റഡീസ് ആണെങ്കിലും ഇപ്പൊ കാണിക്കുന്നത് 3 വർഷത്തെ 5 വർഷത്തതും ഇപ്പൊ വളരെയധികം പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം 1,00,000 പേരെ പഠിച്ചിട്ടുള്ള ഒരു സ്റ്റഡി കഴിഞ്ഞ വർഷം ഇറങ്ങുകയുണ്ടായി. അതിനകത്ത് പറയുന്നത് ഇത്തരം ഓപ്പറേഷൻസ് വളരെ സേഫ് ആണെന്നാണ്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ മരണവും ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരുന്ന 0.03% ഉള്ളൂ. ഇപ്പൊ ഡയബറ്റീസ് ഒരാളുമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ 5 വർഷത്തിൽ 10% പേര് മരണപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 0.03% ഉള്ളൂ. അപ്പം ഏതെങ്കിലും ഒരു ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അപ്പൻഡിക്സോ അല്ലെങ്കിൽ പിത്സഞ്ചിയുടെയൊക്കെ ഉള്ള വളരെ കോമൺ ആയിട്ടുള്ള ഓപ്പറേഷനുമായിട്ട് കമ്പയർ ചെയ്യാവുന്ന തരത്തിലുള്ള ദോഷങ്ങളെ വരുന്നുള്ളൂ. ഇത്തരം ഓപ്പറേഷൻസ് സുരക്ഷിതമാണെന്ന് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി വന്നിട്ടുള്ള SOS സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് 15 വർഷം ഇത്തരം ആൾക്കാരെ ഫോളോ അപ്പ് ചെയ്തിട്ട്, സർജറി ചെയ്ത ഗ്രൂപ്പിനെ ഫോളോ അപ്പ് ചെയ്തിട്ടുള്ള ഒരു റിസൾട്ട്സ് കാണിക്കുന്നത് 15 വർഷം കഴിഞ്ഞിട്ടും ഡയബറ്റീസിന് ഒരു മരുന്നും എടുക്കാതെ മുന്നോട്ട് പോകാനായിട്ട് 30% പേർ കഴിയുന്നുണ്ട്. എന്നാൽ ഡയബറ്റീസിന് തുടർന്ന് മരുന്നെടുക്കുന്ന, ഇൻസുലിൻ എടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഡയബറ്റീസിന്റെ കൺട്രോൾ വെറും 6% മാത്രമേ ഉള്ളൂ. അപ്പോൾ മരുന്നെടുക്കുന്ന ഒരു വശത്ത്, മരുന്നെടുക്കാതെ ഓപ്പറേഷൻ ചെയ്ത ഗ്രൂപ്പ് ഒരു വശത്ത് നോക്കിക്കഴിഞ്ഞാൽ 10 ഇരട്ടി പ്രയോജനമാണ് അവർക്ക് വന്നിട്ടുള്ളത്. അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണ്ണിന്റെ കോംപ്ലിക്കേഷൻസ്, കാലിലെ രക്തയോട്ടത്തിന്റെ കോംപ്ലിക്കേഷൻസ്, വൃക്കകളുടെ കോംപ്ലിക്കേഷൻസ് ഒക്കെ വളരെ വളരെ കുറവാണ് ഓപ്പറേഷൻ ചെയ്ത ഗ്രൂപ്പിൽ. മരുന്നെടുത്ത ഗ്രൂപ്പിന് ദോഷങ്ങൾ സംഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസരത്തിൽ ഇത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നാണ്. ഈ വണ്ണം കുറഞ്ഞ ആൾക്കാരെ സംബന്ധിച്ചോളം നമുക്ക് വേറെ തരത്തിലുള്ള ഓപ്പറേഷൻ ആണുള്ളത്. അതിന് ഇലിയൽ ഇന്റർപൊസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പറേഷൻ ഉണ്ട്. ഇതാണ് അതിനകത്ത് ചെയ്യുന്നത്. ഇപ്പൊ ഇലിയൽ ഇന്റർപൊസിഷൻ ഓപ്പറേഷന് നമുക്ക് ആമാശയത്തിന്റെ സൈസ് വ്യത്യാസം കൊണ്ട് മാത്രം പലർക്കും പ്രയോജനം വന്നിരിക്കത്തില്ല. വലിയ ഭാരമില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചോളം 30 വരെയൊക്കെയുള്ള ബോഡി മാസ് ഇൻഡെക്സ് നമ്മൾ കാണുമ്പോൾ കുറച്ചൊരു വണ്ണം കൂടുതലുണ്ട്, പക്ഷെ പൊണ്ണത്തടി ഗ്രേഡിലോട്ടൊന്നും വന്നിട്ടില്ല ഒരാളെ സംബന്ധിച്ചോളം. ഈ നമ്മൾ പറഞ്ഞതുപോലെ കൊഴുപ്പ് കുറയ്ക്കലോ അല്ലെങ്കിൽ ആഹാരം കുറയ്ക്കലോ ഒന്നും അല്ല അവർക്ക് പ്രയോജനപ്പെടേണ്ടത്. ഈ GLP-1 ഹോർമോണിന്റെ അളവ് മാത്രം കൂട്ടി പാൻക്രിയാസിനെ കൊണ്ട് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കുകയാണ് വേണ്ടത്. അപ്പൊ അത്തരക്കാരെ സംബന്ധിച്ചോളം ഈ ചെറുകുടലിന്റെ പൊസിഷനിൽ ഒരു വ്യത്യാസം വരുത്തുക. അപ്പോൾ പോലും ഒരു പോർഷനും നമുക്ക് ആഗീരണത്തിന് നഷ്ടപ്പെടാതിരിക്കുന്നത് കൊണ്ട് അവർക്കും വൈറ്റമിൻ ഡെഫിഷ്യൻസിയോ മറ്റു കുഴപ്പങ്ങളോ ഉണ്ടാവാതെ തന്നെ ഈ ഇത്തരം ഓപ്പറേഷൻസ് കൊണ്ടുള്ള പ്രയോജനത്തിലേക്ക് എത്തും. ബൈപ്പാസ് ഓപ്പറേഷൻസ് വളരെ ചുരുക്കം അവസരങ്ങളിൽ മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരാറുള്ളൂ. സാധാരണ ഈ ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്യുമ്പോഴാണ് ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി വരുന്നത്, ഇല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആഹാരം താഴേക്ക് പോയിട്ടുള്ള വിഷമങ്ങളുണ്ടാകും. അതുകൊണ്ട് ബൈപ്പാസ് ഓപ്പറേഷൻസ് വളരെ ചുരുക്കം അവസരത്തിലേ നമ്മൾ പ്രയോഗിക്കാറുള്ളൂ. ആഗീരണത്തിന് നഷ്ടപ്പെടാത്തതും വൈറ്റമിൻ ഡെഫിഷ്യൻസി വരാത്തതുമായിട്ടുള്ള വളരെ സേഫ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് ഇപ്പോൾ പ്രചാരത്തിലുള്ളതും അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഡോക്ടർമാർ ചെയ്യാനായിട്ട് നിർദ്ദേശിക്കുന്നതും. ഇലിയൽ ഇന്റർപൊസിഷൻ എന്നുള്ള ഒരു പ്രൊസീജിയർ ആണ് നമ്മൾ അമിതവണ്ണം മാത്രമുള്ളവർക്ക് ഉപയോഗിക്കുന്നത്. അതിനകത്തും ആമാശയത്തിന്റെ ഒരു ഭാഗം മാറ്റുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. ഇപ്പം ഇതിനകത്ത് കാണിച്ചല്ലേ ആ ഗ്രെലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ ചെറുകുടലിനെ 3 ഭാഗത്തായിട്ട് നമ്മൾ മുറിക്കുന്നതായിട്ടുണ്ട്. മുറിച്ച് മാറ്റി കളയുകയല്ല, നമ്മൾ ഈ പടത്തിൽ കാണുന്ന പോലെ മുറിക്കുന്നത് മാത്രമേ ഉള്ളൂ. മുറിച്ചിട്ട് അതിന്റെ പൊസിഷൻ ഞാൻ നേരത്തെ കാണിച്ച പടത്തിലേക്കോട്ട് അതിന്റെ ആ ഒരു ലൊക്കേഷൻ മാറ്റുക എന്നുള്ളത്. ഇപ്പം
ഒന്നാമതിരിക്കുന്ന ഭാഗം രണ്ടാമതും രണ്ടാമതിരിക്കുന്ന ഒന്നാമതും ആക്കുക. അതുകൊണ്ട് നമ്മൾ എന്താ എത്തുന്നതെന്ന് വെച്ചാൽ ഇതിൽ കാണുന്ന പോലെ കുടലിന്റെ കണക്ഷൻ എല്ലാം കറക്റ്റ് ആണ്, നമുക്ക് ആ ഒരു റീലൊക്കേഷൻ മാത്രമാണ്, ട്രാൻസ്പൊസിഷൻ എന്നാണ് ഞങ്ങൾ മെഡിക്കലി പറയുന്നത്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഗ്രലിന്റെ അളവ്, ഇത് GLP-1 അളവ് കൂടുന്നത് കൊണ്ട് ഈ പേഷ്യൻസിന് വളരെ നല്ലതായിട്ടുള്ളൊരു റിസൾട്ട്സ് ഉണ്ടാവും. കാരണം GLP-1 അളവ് കൂടുമ്പോൾ നമുക്ക് ഇൻസുലിന്റെ അളവ് കൂടുന്നതായിട്ട് കാണാം. അപ്പം അത്തരം ഇന്റർപൊസിഷൻ ഓപ്പറേഷൻ, സ്ലീവ് ഗാസ്ട്രക്ടമിയുടെ ഒരു മോഡിഫിക്കേഷൻ ഉണ്ട്, അതും ഇന്റർപൊസിഷൻ കൂടെ ചെയ്യുന്നതായിരിക്കും അത്തരക്കാർക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്നത്. ഒരാളെ ഡയബറ്റിക് ശസ്ത്രക്രിയക്ക് സ്യൂട്ടബിൾ ആണെന്ന് കണ്ടെത്തി ഓപ്പറേഷന് വേണ്ടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണയായിട്ട് തലേ ദിവസം വൈകുന്നേരം അഡ്മിഷൻ ആവാനായിട്ട് പറയും. അപ്പോൾ ഹോസ്പിറ്റലിൽ വരുന്ന ആ തലേ ദിവസം നമ്മൾ ആഹാരത്തിൽ ഒരു നിയന്ത്രണം പാലിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, അത് കഴിഞ്ഞാൽ ജ്യൂസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കാവൂ. 6 മണി കഴിഞ്ഞാൽ മിനറൽ വാട്ടർ എടുക്കുക. ഇതെല്ലാം ചെയ്യുന്നത് ആമാശയത്തിന്റെയും ചെറുകുടലിന്റെയും അകത്ത് അധികമായിട്ട് ആഹാര സാധനങ്ങളോ മറ്റു ദ്രാവകങ്ങളോ ഒന്നും നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഓപ്പറേഷൻ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആവശ്യവുമാണ്. അപ്പോൾ ഓപ്പറേഷൻ ദിവസം രാവിലെ നമ്മൾ ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ടാണ് തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കീഹോൾ സംവിധാനത്തിലൂടെ ഇത്തരം ഓപ്പറേഷൻ ചെയ്യുന്നതുകൊണ്ട് വയറിന്റെ ഭാഗത്തുള്ള വളരെ ചെറിയ മുറിവുകൾ മാത്രമേ വരത്തുള്ളൂ. 1.2 മില്ലിമീറ്ററിന്റെയോ 5 മില്ലിമീറ്ററിന്റെ അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ 3 മില്ലിമീറ്ററിന്റെ മുറിവുകളൊക്കെ ആണ് അഡീഷണൽ ആയിട്ട് വരുന്നത്. അപ്പം 3 മില്ലിമീറ്ററിന്റെ മുറിവുകൾ ഉണ്ടാവും. 1 1 സെന്റിമീറ്ററിന്റെ 1.2 സെന്റിമീറ്ററിന്റെ മുറിവുകൾ ഉണ്ടാവും. അപ്പൊ ശസ്ത്രക്രിയ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഓപ്പറേഷൻ തിയേറ്ററിന് അടുത്തുള്ള ഇന്റൻസീവ് കെയർ യൂണിറ്റിലായിരിക്കും. പിന്നീട് 1-2 ദിവസം ഹോസ്പിറ്റലിൽ തങ്ങേണ്ടതായിട്ട് വരും. ആ സമയത്ത് ലിക്വിഡ് ആയിട്ടുള്ള ഡയറ്റ് മാത്രമായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോരുത്തരുടെയും ഭാരത്തിനനുസരിച്ചിട്ട് തുടർന്നുള്ള ആഹാരക്രമം അവർക്ക് ഉപദേശ രൂപേണ നൽകുന്നതാണ്. അപ്പൊ ആദ്യമൊക്കെ വണ്ണം കൂടുതലുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം വളരെ ക്ലിയർ ആയിട്ടുള്ള ലിക്വിഡ്സ് എടുക്കാൻ തന്നെ ആയിരിക്കും പറയുന്നത്. കാരണം കുറച്ച് വെയിറ്റ് പോകുന്നത് നല്ലതാണ്. ആ ഫാറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ശരീരത്തിന് ഉപയോഗിക്കാനാവും. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ക്ഷീണവും വരത്തില്ല. ഇത്തരം ആൾക്കാർക്ക് ഡിസ്ചാർജ് ആയി പോകുന്ന സമയത്ത്, 3-ാമത്തെ ദിവസം വരെ ഡിസ്ചാർജ് ആയി പോകുന്ന സമയത്ത് 2-3 ദിവസത്തേക്ക് ആന്റിബയോട്ടിക് കഴിക്കേണ്ടതായിട്ട് വരും. വൈറ്റമിൻസും വയറരിച്ചിലൊക്കെ വരാതിരിക്കാനുള്ള മെഡിസിൻസും 1-2 മാസം കഴിക്കാനായിട്ട് പറയാറുണ്ട്. ഇത് ഈ ഒരു പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ആൾക്കാർ ആഹാരവുമായിട്ടുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ശ്രദ്ധയുമില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. വളരെയധികം കൊഴുപ്പ് കൂടുതലായിട്ടുള്ള, മധുരം കൂടുതലായിട്ടുള്ള ആഹാര സാധനങ്ങൾ വളരെ സുലഭമാണ്. അത് കഴിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ആരും പാലിക്കുന്നില്ല. അപ്പം അതൊക്കെ നമ്മളെ പലപ്പോഴും രോഗാവസ്ഥയിലേക്ക്, ഡയബറ്റിസ് ഉൾപ്പെടെയുള്ള രോഗങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വളരെ വളരെ നമ്മളെ തള്ളിവിടുന്ന ഒരവസ്ഥയാണല്ലോ. അപ്പൊ അത്തരം അവസ്ഥയിൽ ആഹാരത്തിൽ ഒരു നിയന്ത്രണം പാലിക്കുക. പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്, അധികമായാൽ അമൃതും വിഷമാണെന്ന്. അമൃത് ജീവനെ നിലനിർത്തും എന്നൊക്കെ പറയുമെങ്കിൽ പോലും, അതാണെങ്കിൽ പോലും അധികമായാൽ അമൃതും വിഷമാണ്. അപ്പം പിന്നെ ആഹാരത്തിന്റെ കാര്യം പറയാനില്ലല്ലോ. അപ്പം ആഹാര നിയന്ത്രണത്തിലൊക്കെ നല്ല രീതിയിലുള്ള ശ്രദ്ധ വേണം. ഇല്ലെങ്കിൽ ഇപ്പം എസ്പെഷ്യലി ഫാമിലി ഹിസ്റ്ററിയൊക്കെ ഉള്ള ഒരാൾക്ക് വണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഡയബറ്റിസ് വരാനുള്ള അങ്ങേയറ്റത്തെ സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ ശ്രദ്ധ ആവശ്യമാണ്. ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വ്യായാമക്രമം കൊണ്ടാണെങ്കിലും ആഹാര നിയന്ത്രണം കൊണ്ടാണെങ്കിലും ഗുളികകളോ ഇൻസുലിനോ എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ഡയബറ്റിസ് നിയന്ത്രിച്ച് നിർത്തണം. നിയന്ത്രണത്തിലേക്ക് വരുന്നില്ല ഇത്തരം ചെറിയ മാർഗങ്ങളിലൂടെ എന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നോർമലാക്കി നിർത്തുക, നോർമൽ റേഞ്ച് നിർത്തുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഇല്ലെങ്കിൽ പല പല അവയവങ്ങളെ അത് ദോഷമായിട്ട് ബാധിക്കും. നമുക്കതൊരു ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തടസ്സം നിൽക്കും. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്നത്ര ശ്രദ്ധിക്കുക. എന്നിട്ടും വരികയാണെന്നുണ്ടെങ്കിൽ അതിന് ശരിയായ ഒരു ചികിത്സ, ശസ്ത്രക്രിയ ചികിത്സ ആണെങ്കിൽ പോലും എടുത്തിട്ട് ഷുഗർ നല്ല കൺട്രോൾ നിർത്തുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോടെല്ലാം അഭ്യർത്ഥിക്കാനുള്ളത്.